നെന്മാറ ഇരട്ടക്കൊലപാതകത്തിലെ പോലീസ് വീഴ്ചയിൽ ADGP SP-യോട് റിപ്പോർട്ട് തേടിയിരിക്കുന്നു. ഇപ്പോൾ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചതിൽ നടപടിയെടുക്കാത്ത എന്തുകൊണ്ടെന്നാണ് ചോദ്യം. സുധാകരന്റെ കുടുംബത്തിന്റെ പരാതി കിട്ടിയിട്ടും കോടതിയെ വിവരം അറിയിക്കാത്തത് വീഴ്ചയാണെന്ന് കാണുന്നു പോലീസ്. സാജിദ് അജ്മൽ കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന്. സാജിദ്, എന്താണ് ഇതിനകത്ത് ടോപ്പ് ലെവലിൽ നിന്ന് വരുന്ന ഇടപെടൽ എന്താണ്? നിഷാദ്, നെന്മാറ ഇരട്ടക്കൊലപാതകത്തിൽ പോലീസിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഉന്നത ഉദ്യോഗസ്ഥരുടെ പ്രാഥമികമായ വിലയിരുത്തൽ. രണ്ട് തരത്തിലുള്ള വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച ഒരു പോലീസിന്റെ ആഭ്യന്തര അന്വേഷണം നടക്കുന്നുണ്ട്. ADGP മനോജ് എബ്രഹാം പാലക്കാട് SP-യോട് ഇത് സംബന്ധിച്ച് ഇന്ന് തന്നെ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രണ്ട് തരത്തിലുള്ള വീഴ്ചകൾ എന്ന് പറയുമ്പോൾ, ഒന്നാമത്തെ വീഴ്ച ഈ ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് ലഭിച്ചു എന്ന് പറയുമ്പോഴും അതിന് വിപരീതമായ പല കാര്യങ്ങളുമാണ് നടന്നത്. അതായത് ആദ്യം ജാമ്യ വ്യവസ്ഥയിൽ നെന്മാറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കരുത് എന്ന ഉപാധിയായിരുന്നു കോടതി വെച്ചത്. പിന്നീട് ഈ ചെന്താമര എന്ന പ്രതിയുടെ അപേക്ഷയിലാണ് നെന്മാറ പോലീസ് സ്റ്റേഷൻ പരിധി എന്ന് മാറ്റി നെന്മാറ പഞ്ചായത്ത് എന്നാക്കി. പക്ഷേ ഈ കൊലപാതകം നടന്ന ഈ പോത്തുണ്ടി ഉൾപ്പെടെയുള്ള പ്രദേശം എന്ന് പറയുന്നത് നെന്മാറ പഞ്ചായത്തിനകത്ത് തന്നെ ഉള്ള സ്ഥലമാണ്. നെന്മാറ പോലീസ് സ്റ്റേഷനിൽ നിന്ന് നെല്ലിയാമ്പതിയിലേക്ക് പോകുന്ന വഴിയിലാണ് പോത്തുണ്ടി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ഉള്ളത്. അതുകൊണ്ട് നെന്മാറ പഞ്ചായത്ത് പരിധിയിൽ പ്രവേശിക്കരുത് എന്നുള്ള ഈ കോടതിയുടെ നിർദ്ദേശം ലംഘിച്ചുകൊണ്ടാണ് ഈ കൊലപാതകി നെന്മാറ പഞ്ചായത്തിലേക്ക് പ്രവേശിച്ചത് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇത് പോലീസ് കണ്ടെത്തുകയും ഈ പ്രതിയുടെ ജാമ്യ റദ്ദാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. മറ്റൊന്ന്, ഈ കൊല്ലപ്പെട്ട ഈ സുധാകരന്റെ മകൾ തന്നെ പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി SHOക്ക് പരാതി നൽകിയിരുന്നു. ഈ പരാതി ലഭിച്ചതിന് ശേഷം ആണ് നമ്മൾ നേരത്തെ CCTV ദൃശ്യങ്ങളെല്ലാം കാണുന്നത്. ഈ ചെന്താമര എന്ന പ്രതിയെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി. ഈ സ്റ്റേഷനകത്തേക്ക് കയറാൻ ഈ ചെന്താമര എന്ന പ്രതി തയ്യാറായില്ല. തുടർന്ന് SHO പുറത്ത് വന്നാണ് സംസാരിക്കുകയും താക്കീത് നൽകുകയും ചെയ്തത്. ആ ദൃശ്യങ്ങളുള്ളത് കഴിഞ്ഞ മാസം 29-ാം തീയതിയാണ്. ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞു. ഇത്രയും വലിയൊരു ഭീഷണി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ അത് പ്രോസിക്യൂഷൻ വഴി കോടതിയെ അറിയിക്കാത്തതിൽ വീഴ്ചയായി കാണുന്നു. അത് കോടതിയെ അറിയിക്കുകയും ഈ ജാമ്യ വ്യവസ്ഥകൾ ലംഘിക്കുകയും ഈ സാക്ഷികളായ ആളുകളെ നിരന്തരം ഭീഷണിപ്പെടുത്തുന്നുണ്ട് എന്ന വിവരം കോടതിയെ അറിയിക്കുകയും ഈ ജാമ്യം റദ്ദാക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് പോയില്ല എന്നുള്ളതും ഉന്നത ഉദ്യോഗസ്ഥർ വീഴ്ചയായിട്ടാണ് കാണുന്നത്. നിഷാദ്, ശരി. സാജിദ് അജ്മലാണ് വിവരങ്ങൾ നൽകിയത്. പോലീസിന്റെ ഭാഗത്തു നിന്ന് ശരിയാവണ്ണം ഇടപെടൽ സമയബന്ധിതമായി ഉണ്ടായില്ല എന്ന് പോലീസിന്റെ ടോപ്പ് ഒഫീഷ്യൽസ് കരുതുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ SP-യോട് റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. എന്തുകൊണ്ട് ഈ പരാതി പരിഗണിച്ചില്ല എന്ന്.